ഹലോ, ഗുഡ് മോർണിംഗ്. മുടി വെട്ടിയത് ഭയങ്കര ഷോർട്ടായ ചേച്ചി. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ചേച്ചിയുടെ അടുത്താണ് കേട്ടോ. സെറ്റപ്പാണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ടൊരു യാത്ര പോവുകയാണ്. ഞങ്ങളിന്ന് വന്ദേ ഭാരതിലാണ് യാത്ര പോകുന്നത്. ചേച്ചി വന്ദേ ഭാരതിൽ കയറിയില്ല. ചേച്ചിയും കയറിയിട്ടില്ല, ഞാനും കയറിയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ഒരു വെറൈറ്റി ദിവസത്തിലേക്ക് സ്വാഗതം. ശ്രീകുട്ടനും ചേട്ടച്ചനെയും ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. കുഞ്ഞു വന്നിട്ടില്ല, അത് കാരണം അവർക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിയമ്മ. ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ. ഒരുപാട് കാലം നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആ സന്തോഷം ഞാൻ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ചേച്ചിയുടെ വീടും പരിസരവും ചെടിത്തോട്ടമൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീകുട്ടൻ്റെ സ്കേറ്റിംഗ് ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്ന് ശ്രീകുട്ടനെയും ചേട്ടച്ചനെയും ഇവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. അപ്പോൾ കാലത്ത് തന്നെ ചെടി നനയ്ക്കുന്ന നേരത്ത് ഇതുപോലെ നിങ്ങൾക്ക് ചെടിത്തോട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിറയെ ബൊഗെയിൻ വില്ലകളും അതുപോലെ ബാക്കിയുള്ള പുഷ്പങ്ങളും പച്ചക്കറികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ചേച്ചിയുടെ ചെടിത്തോട്ടം. അധികം നേരം ഇവിടെ വിശേഷം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ട്രെയിനൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്ദേ ഭാരതിൽ കയറാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, നമ്മുടെ ചേച്ചി ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒല്ലൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ച് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തൃശ്ശൂരിൽ നിന്ന് വന്ദേ ഭാരതിൽ പോവാം എന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് കേട്ടോ. ഈ കാണുന്ന ഒരു പച്ച ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഷോർട്സിൽ ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബാക്കിൽ കെട്ടുവരുന്ന ഷോർട്ട് കുർത്തികളാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അടിയിലൊരു ജീൻസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയി വരാം. പോട്ടെ ശ്രീകുട്ടാ, ടാറ്റാ. ലവ് യു ടു. അങ്ങനെ ശ്രീകുട്ടൻ്റെ ഐ ലവ് യു ടു ഒക്കെ മേടിച്ച് പതുക്കെ നമ്മൾ നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മൾ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ ചേച്ചിയുടെ വീട്ടിലേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ ചേച്ചിയുടെയും കൂട്ടി പോവാണ്. വന്ദേ ഭാരതിൽ നമ്മൾ ആരും കയറിയിട്ടില്ല കേട്ടോ. അമ്മയും അച്ഛനും ചേച്ചിയും ചേട്ടനും ശ്രീകുട്ടനും ഭാഗ്യനും ഒന്നും കയറിയിട്ടില്ല. എല്ലാവരും ഒരു ദിവസം കൊണ്ട് ഒരു കുഞ്ഞു യാത്ര വേറെ എവിടേക്കെങ്കിലും നടത്തണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഒരു മദേഴ്സ് ഗിൽറ്റൊക്കെ വരില്ലേ, അതുപോലെ തന്നെ നമ്മൾ ആസ്വദിച്ച കാര്യങ്ങൾ ബാക്കിയുള്ളവരും കൂടി ആസ്വദിക്കണം എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അതെനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. അതാണ് എന്നെ ഇത്ര നാളും എവിടെയും പോവാതെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് എല്ലാവരുടെ സൗകര്യങ്ങളും നോക്കി വരുമ്പോൾ നമ്മൾ എങ്ങോട്ടും പോകുന്നുണ്ടാവില്ല എന്നൊക്കെ മനസ്സിനെ പഠിപ്പിച്ചിട്ടാണ് ഈ ഒരു യാത്ര ഒരുങ്ങുന്നത് കേട്ടോ. ചേച്ചിനെയും കൂടെ കൂട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ചക്കിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അവിടെ നിറയെ ചക്കയും പ്ലാവും ഒക്കെയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിറച്ച് മരങ്ങളാണ്. അപ്പോൾ ചേച്ചി കുഞ്ഞിനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നലെ കുഞ്ഞിന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തിരുവാതിരക്കളിക്ക് മോണാറ്റിനും എ ഗ്രേഡ് ഉണ്ട്. ആ എ ഗ്രേഡ് കിട്ടിയതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി എവിടെ തട്ടിമറിഞ്ഞ് വീണ് തലയൊക്കെ ഇടിച്ച് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടെൻഷനും കൂടിയായിരുന്നു ഞങ്ങൾ ഇന്നലെ കേട്ടോ. പിന്നെ ഇന്ന് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി. എല്ലാത്തിലും പങ്കെടുത്ത എല്ലാത്തിലും എ ഗ്രേഡ് ഉണ്ട്. പുള്ളിക്കാരിക്ക് കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തൃശ്ശൂർ വരെയുള്ളൂ കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് ആണ് പിന്നെ നമ്മൾ വന്ദേ ഭാരതിൽ മാറി കയറാൻ പോകുന്നത്. അങ്ങനെ ആ ലോക്കൽ ട്രെയിനിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് ആസ്വദിച്ച് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ വേറെ ഏതോ നാട്ടിലെത്തിയോണം. അത്രയധികം അതിഥി തൊഴിലാളികളായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഹോട്ടലിലത്തെ നായകനും നായികയൊക്കെ ഞാനും ചേച്ചി തന്നെയാണ്. അല്ലാതെ വേറെ മുഖങ്ങളോ വേറെ കാഴ്ചകളോ ഒന്നും കാണാനില്ല. എങ്കിലും തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമുക്ക് വേണ്ടി ജീവിക്കാൻ എടുക്കുന്ന ആ ഒരു മീ ടൈം ഉണ്ടല്ലോ, അത് ഭയങ്കര അനിവാര്യമാണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ചേച്ചി ഞാനും കൂടെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ പതുക്കെ ട്രെയിൻ വരുന്നതും കാത്തിരുന്നപ്പോൾ വന്നു നമ്മുടെ വന്ദേ ഭാരത്. ഞാനൊരു വെള്ളയും നീലയും വന്ദേ ഭാരതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ വന്നത് ഒരു കാവിക്കളറുള്ള വന്ദേ ഭാരതാണ്.
പറഞ്ഞു ഇപ്പൊ വിളിക്കും പറഞ്ഞു മുന്നേ പറഞ്ഞിണ്ടായില്ല അതിപ്പൊ പറഞ്ഞു വിളിക്കും ഞാൻ ഉറങ്ങാൻ പോവാട്ടെ മമ്മ എന്ന് പറഞ്ഞോ. ഇതേ കണ്ടോ, ഈ മുതലാണ് ഇന്നലെ വീണ് തല പൊട്ടി ഛർദിയായി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി കൂളിളക്കം സൃഷ്ടിച്ചത്. ഞങ്ങൾ ഉറങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ടെൻഷൻ അടിച്ചിട്ടും അതുപോലെ തന്നെ ഭക്ഷണമൊന്നും നേരെ കഴിക്കാണ്ടും ഛർദിയും തലവേദനയൊക്കെ വന്നതാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി. ഇപ്പോൾ കോതമംഗലത്ത് നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് ആരും കണ്ടിട്ടും അതുപോലെ തന്നെ ഇതൊന്നും ആസ്വദിച്ചിട്ടില്ലല്ലോ. അത് കാരണം കൊണ്ട് അതൊക്കെ ഇങ്ങനെ കാഴ്ച കൊടുക്കലും അതുപോലെ അവരോട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യലും പോണ വഴിക്കേ നടക്കണ്ടായിരുന്നു. അമ്മേനെ വിളിച്ചു, ഭാഗ്യനെ വിളിച്ചു, ശ്രീകുട്ടനെ വിളിച്ചു, ഏട്ടനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. ഞാൻ എപ്പോഴും യാത്ര പോകുമ്പോൾ നിങ്ങൾ 8 ആളായിട്ടുള്ള ഒരു ടീമായിട്ടാണ് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങോട്ട് യാത്ര പോകുമ്പോഴും എനിക്ക് ഇവരാരും കൂടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ ഇവർ 8 ആളെയും കൂട്ടിച്ചേർത്ത് 8 ആളെയും കൂട്ടിച്ചേർത്ത് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോകുമ്പോൾ നമ്മൾ എങ്ങോട്ടും പോകണില്ല. കാരണം എല്ലാവർക്കും വേറെ വേറെ സമയങ്ങളിൽ വേറെ വേറെ ജോലികളുണ്ടാവും. അപ്പോൾ കിട്ടുന്ന ആൾക്കാരൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറക്കി കൂട്ടി ഇതുപോലത്തെ കുഞ്ഞു യാത്രകളായാലും ചെയ്യുക. പിന്നെ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊന്നും അത്ര യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരല്ല. അവർക്ക് ഛർദി ഉണ്ടാവും യാത്ര ചെയ്യുമ്പോൾ, ചിലർക്ക് തലവേദന വരുന്നുണ്ട്. ഇതിൽ തന്നെ ചേച്ചിക്ക് ഇപ്പോൾ ഏറ്റവും അവസാനമായപ്പോഴേക്ക് ഏകദേശം മടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത കാരണം പതുക്കെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഓട്ടോ ചേട്ടനെ വിളിച്ചിട്ട് ഗോകുലം മാളിലേക്കാണ് കേട്ടോ. അവിടുത്തെ ഓട്ടോ ചേട്ടന്മാർ അടിപൊളിയാണ്, നമുക്ക് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഗോകുലം മാളിലെത്തിക്കും. ഞങ്ങൾക്ക് 2 മണിക്കാണ് പരിപാടി. ഞങ്ങൾ വിചാരിച്ച് ഇവിടെ കയറിയിട്ട് പോവാം. അവിടെ ചെന്നപ്പോൾ മെഹന്തി കോമ്പറ്റീഷൻ നടക്കുമായിരുന്നു. റഹ്മത്തിൽ നിന്ന് ബിരിയാണി കഴിക്കണം, അതുപോലെ തന്നെ പാരഗണിയിൽ നിന്ന് ബിരിയാണി കഴിക്കണം എന്നൊക്കെയുള്ള പ്ലാൻ അവിടെ വെച്ച് തന്നെ ബോട്ടി കിട്ടി. നമ്മുടെ നെക്സ്റ്റ് ഒന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഒരു 1:45 ആയപ്പോഴേക്കും ഒരു ഓട്ടോ പിടിച്ച് ആശീർവാദിലേക്ക് ചെന്നു കേട്ടോ. അവിടുത്തെ ഓട്ടോ ചേട്ടൻ പോകുന്ന വഴിക്ക് ഞങ്ങളോട് കുറേ സംസാരിച്ചു, സരോവരമൊക്കെ കാണിച്ചു തന്നു. ഈ 1:45 എത്തിയപ്പോൾ തന്നെ അവിടെ അടിപൊളിയായിട്ട് തിരക്കുണ്ടായിരുന്നു. ഇതാ കാണുന്ന തിരക്കും അതുപോലെ തന്നെ ഈ ഒരു പൗച്ച് നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമ്മുടെ ഫോണും അതുപോലെ തന്നെ വാച്ചും ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അവരിത് തരുന്നത്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് ഷോ കാണാൻ വേണ്ടിയിട്ട്. ചെല്ലുമ്പോൾ കഴിഞ്ഞ ഷോയിലുള്ള ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യായിരുന്നു. അതായത് അവരെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഫോട്ടോ എടുക്കുന്നുണ്ട്, നമ്മൾ കയറുന്നവർക്കൊക്കെ സാറ് ഹായ് പറയുന്നുണ്ട്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇൻസോംനിയ ഒന്ന് കാണണം എന്നുള്ളത്. ആക്ച്വലി ഭയങ്കര വർത്തായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഞാൻ സോഷ്യൽ മീഡിയ ഹൈപ്പാണെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് യു ഹാവ് ടു വാച്ച്. ഒരു വട്ടെങ്കിലും കണ്ടിരിക്കണം. എനിക്ക് ഗോൾഡിലും ബ്രോൺസിലും ഒന്നും ടിക്കറ്റ് കിട്ടിയില്ല. അല്ല, ഗോൾഡിലും പ്ലാറ്റിനത്തിലും ഒന്നും ടിക്കറ്റ് ഇല്ല. ഞാൻ ബ്രോൺസിനാണ് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുത്ത അപ്പം തന്നെ ചേച്ചിക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചിന്ന് വിചാരിച്ചിട്ടല്ല, ആര് കൂടെ വന്നാലും കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 മണിക്കൂറിൻ്റെ ഷോ 3:30 ആകുമ്പോഴാണ് കഴിയുക. 3:30 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് കഴിയുക. കാരണം നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ട്രെയിനിലേക്ക് ആ പുള്ളിക്കാരനാണ് അക്ഷയ് സ്കരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ട്രെയിൻ ബുക്ക് ചെയ്ത കാരണം നമുക്ക് മീറ്റ് ആൻഡ് ഗ്രീറ്റിനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ നല്ല സങ്കടമുണ്ട്. നമ്മൾ ചെന്ന് പറയാണ്, ഇപ്പോൾ ജിസ് സാറൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിയുടെ അടുത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ട് വരാൻ പറ്റുമായിരുന്നു. ഞാൻ ഒരുപാട് പ്രായമായവരൊക്കെ വരിയിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ഞാൻ വിചാരിച്ച് വേണ്ടാന്ന്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിച്ചാടി ബസ്സിലൊക്കെയാണ് ചാടി വന്നത് കേട്ടോ. പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഇത്രയും സർവൈവ് ചെയ്ത് വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞാൻ നമ്മുടെ ഒല്ലൂർക്ക് എത്തിയിട്ടുണ്ട്. ഒല്ലൂർ എത്തിയപ്പോൾ അവിടെ ഭാഗ്യം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യനെയും ശ്രീകുട്ടനെയും കൂട്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ നമ്മുടെ കാനന ഭംഗി കാണാൻ വേണ്ടി തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒറ്റയ്ക്കൊരു യാത്ര, അത് ഇവിടെ ഇങ്ങനെ ഒരു കുറിപ്പ് പോലെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.